ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കൊരു ലീവുള്ള ദിവസം കേട്ടോ. അപ്പം ഞാൻ കരുതി ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നേ. ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ, സാധാരണ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ. എന്നാലും ഒന്ന് രണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ രാവിലത്തെ ഞാൻ എനിക്ക് അടിച്ചു വരാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു 6:45 തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 7 മണി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. ബാക്കിയും കൂടി ഞാൻ എടുക്കാൻ മറന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രാവിലെ തന്നെ കുറച്ച് കാപ്പി നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. കാപ്പി നിരത്തിയിട്ടേക്കുന്ന ടെറസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിരത്തിയിട്ട് താഴെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി കുട്ടന്മാരെ നന്നായിട്ട് കായ്ച്ച് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടി വന്നു. പിന്നെ ഞങ്ങളുടെ ക്യാബേജിൻ്റെ ചെടിയാട്ടോ. ക്യാബേജിൽ കായൊന്നുണ്ടായിട്ടില്ല, പക്ഷേ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഒട്ടും വൈകാണ്ട് തന്നെ നമ്മുടെ കിച്ചൺ തൊട്ടിയിലേക്ക് പോയി കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. 9:30 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കെല്ലാം റെഡിയാക്കി വെക്കണം. സോ ഞാനെന്താ വിചാരിച്ച് നമുക്കിന്ന് പൂരിയും ഗ്രീൻ പീസറും വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കറി ആയിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ചെറിയ മിയാവും കുഞ്ഞു ശബ്ദം കേട്ടോ. അപ്പം ഞാൻ എന്നാന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ കാര്യം എന്നാ, 2 പൂച്ചക്കുഞ്ഞുങ്ങളെ. ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വരുന്ന ഒരു പൂച്ചയാട്ടോ. ആ പൂച്ച പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോഴാട്ടോ എന്നെ പ്രസവിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് 2 കുഞ്ഞു പൂച്ചകളാണ്. കുറച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു കണ്ടപൂച്ച അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കരുതി ഈ കുഞ്ഞു പൂച്ചനെ കടിക്കാനായിരിക്കും കേട്ടോ. പിന്നെ മനസ്സിലായത് അതവരുടെ ഡാഡിയാണ്. പിന്നെ ഞാൻ ഒട്ടും വയ്യാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുറത്തോട്ടൊക്കെ അറിയുമ്പോഴത്തേക്കും പൂച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനോ വിശന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് 2 ഉണക്കമീനും കുറച്ച് ചോറും എടുത്തിട്ട് കുഴച്ച് കൊടുത്തു കേട്ടോ. ഞാൻ ആദ്യം കരുതി കഴിക്കില്ല എന്നാൽ പക്ഷെ എല്ലാം തട്ടിയകത്താക്കി കേട്ടോ. അതും കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുന്നതാട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ കുഞ്ഞു മ്യാവും ശബ്ദമൊന്നും പറഞ്ഞ് ചെറുതായിട്ടുണ്ടാക്കി കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ നീ എടുത്തുകൊണ്ട് പോയോടി എന്ന രീതിയിൽ എന്നെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തിറങ്ങി വരാനും വയ്യ. കാരണം എന്നാ ഈ ചായനെ ഇവിടെ നിൽക്കുന്നു. ഈ ചായന ഭയങ്കര പേടിയാട്ടോ. പക്ഷേ എന്നെ ആണെങ്കിൽ അത്ര പേടിയൊന്നുമില്ല. എൻ്റെ അടുത്തൊക്കെ കുറച്ച് വന്ന് നിൽക്കും. പക്ഷേ ഈ ചായനാണെങ്കിൽ എപ്പോഴും ഓടിക്കുന്നുണ്ട്. ഈ ചില കണ്ടാൽ തന്നെ ഓടി പോകട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിങ്ങനെ പതിയെ പതുങ്ങി നോക്കുന്നത്. പൂച്ചകളൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഇനി ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ബോഗൺവില്ല പൂത്ത് ശ്രദ്ധിച്ചത്. 2-3 ദിവസം ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പം ഇന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജയിച്ച് ചെടിച്ചട്ടിയിലോട്ട് മാറ്റാന്നേ. ഇത് ചെറിയ ചെടിച്ചട്ടിയിലോട്ട് കൊണ്ട് നട്ടയാന്നേ. അപ്പോൾ നന്നായിട്ട് പൂ വിട്ടിട്ടുണ്ട്. ഇത് സംഭവം ഞങ്ങൾ മേടിച്ചതോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വഴിയിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഒടിച്ചെടുത്തിട്ട് വരുന്ന കേട്ടോ ഈ ബോഗൺവില്ലാസ്. ഇപ്പോൾ കുറേ വെറൈറ്റീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിലൊന്ന് കുറച്ച് ദിവസം മുന്നേ ഒരു റോസ് കളർ, ഒരു ലൈറ്റ് കളർ റോസ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വന്നിട്ട് ഓറഞ്ച് കളറാട്ടോ. എനിക്കിതിപ്പോൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളർ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത് ചെറിയ ചെടിച്ചട്ടി നട്ടിട്ട് അത് ഓൾറെഡി അതിൽ നന്നായിട്ട് വേര് ഉറച്ച് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുവിധം മറ്റേതിൽ നിന്ന് വേരൊന്നും അധികം പൊട്ടാണ്ട് അതിൽ നിന്ന് ഒരു വിധത്തിലാട്ടോ പറിച്ചെടുത്തത്. അങ്ങനെ ഞങ്ങളിത് വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് നന്നായിട്ട് സൗകര്യമായിട്ട് കുറച്ചുകൂടെ വളരാൻ സാധിക്കും കേട്ടോ. കുറച്ച് നന്നായിട്ട് പോയിട്ട് അല്പം നല്ല സൗകര്യത്തോടെ അതിന് വളരാൻ സാധിക്കും. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയത്. ചെറുതായിട്ടൊന്ന് സംശയിച്ചും പേടിച്ചിട്ടൊക്കെ ആട്ടോ ഒരു വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറിയത്. കാരണം എന്നാന്ന് വെച്ചാൽ ഓൾറെഡി മറ്റേ ചട്ടിയിൽ നന്നായിട്ട് പിടിച്ച് വന്നതാണ്. നമ്മളിനി മാറ്റി നട്ടാൽ ഇതിന് പൊടിക്കുമോ വാടി പോവോ എന്നൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ഒരു വലുതോടെ നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാമല്ലോ, സൗകര്യമായിട്ട് വളരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇതാണ് നമ്മുടെ പൂ എന്നിട്ട് ഒരു ഓറഞ്ച് കളറാട്ടോ. നല്ല ഭംഗിയായിട്ടോ ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല കളറാണ്, നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നന്നായിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വെച്ചാൽ എന്നോട് പറയുന്നുണ്ട് ഓവറായിട്ട് മണ്ണ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ കുറച്ചൊക്കെ വേണം. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ സെറ്റായി പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെടിച്ചെടി നല്ല വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ തന്നെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ റോസാ ചെടികളാട്ടെ ഫ്രണ്ടിൽ അധികം വയ്ക്കുന്നത്. പിന്നെ നല്ല ഭംഗിയായതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചത് കേട്ടോ. പിന്നെ എൻ്റെ കൈ അധികം ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എൻ്റെ കയ്യിൽ അപ്പടി ചെളിയാണേ. കാണാൻ മണ്ണ് ചെടി നട്ടതുകൊണ്ട് കാരണം നന്നായിട്ട് ചെളി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നൊരു ചെടിയാണ്. അപ്പോൾ ഇച്ച എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടുചെടിയാണ്, നീ ഇതിനെ അത് വെറുതെ പറിച്ചെടുക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെറുതെ കൊണ്ടുവന്ന് നട്ടേ കേട്ടോ. അപ്പോൾ അതിൽ നന്നായിട്ട് പൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ പേൾ ഗ്രാസ് ആണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സൈഡിൽ ഫുള്ളും ഞങ്ങൾ പേൾ ഗ്രാസ് നട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അതിനേക്ക് കുറച്ച് കള പോലെ പുല്ലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് പറിച്ച് കളയുവാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ അധികം ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. നല്ല വെയിലും അതെ. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ബ്രൗൺ കളർ, ഒരു സൈഡ് ഫുള്ള് ഗ്രീൻ കളർ, രണ്ട് സൈഡായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തായാലും ഇന്ന് നമുക്കൊന്ന് പണിയെടുത്ത് നിൽക്കൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ ഒരുപാട് പറിച്ചെടുത്തിട്ടോ. ഇപ്പം അധികം വീഡിയോ ഞാൻ ലോങ് ആക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ലോങ് ഒരുപാട് ഇതായിപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് എടുത്തേ കേട്ടോ എല്ലാം.
അങ്ങനെ അതിൻ്റെ ഇടയിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു കൊടുത്ത ശേഷം വെള്ളം നനയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഓസ് കൊണ്ടാണ് വെള്ളം നനച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ അധികം ഓസ് കൊണ്ട് നനച്ചു കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളം കിട്ടാത്തതുകൊണ്ട് തന്നെ വേഗം വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യണത് എന്നാന്ന് വെച്ചാൽ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാഴ്ച എനിക്ക് അങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഒരു സൈഡ് ഫുള്ള് നന്നായിട്ട് അങ്ങ് ഉണങ്ങി ഒരു ബ്രൗൺ കളർ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇച്ച അതിന് വണ്ടി കയറിയിട്ട് ഫുൾ ഓസ് കൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കൂടെ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ മാവാട്ടോ, നമ്മുടെ ബഡ് ചെയ്താണ്. ഏത് ടൈപ്പാണെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബഡ് ചെയ്ത മാവാണ്. ഞങ്ങൾ കുറച്ച് സെൻറ്ററിലായിട്ടാണ് നട്ടേക്കുന്നത്. ഇച്ചതേ ഓടി നടന്ന് ഫുള്ളും വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ചെറിയ 1-2 കുഞ്ഞു തൈ നമുക്ക് കിട്ടിയതാട്ടോ പേൾ ഗ്രാസിൻ്റെ. അത് ഞങ്ങൾ ചുറ്റും ഒരു ചട്ടിച്ചട്ടിയിലാക്കി ഒത്തിരി ആക്കി എടുത്തിട്ട് കുഞ്ഞായിട്ട് റൗണ്ടായിട്ട് ഞങ്ങൾ നട്ട് പിടിപ്പിച്ചാട്ടോ. ഇത്രയും ഈ കാണുന്ന ഫുള്ളി പച്ച പോലെ കാണുന്നത് ചെറിയ കുഞ്ഞു തൈയായിരുന്നു. അത് ഞങ്ങൾ ഇത്രയും നട്ട് പിടിപ്പിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് തന്നെ വളർന്നതാണോ അല്ല നട്ട് പിടിപ്പിച്ചതാണോ എന്നൊക്കെ. ഞങ്ങൾ നട്ട് പിടിപ്പിച്ചതാട്ടോ ഇത്. ഇനിയും നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം വെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ വെയിലായതുകൊണ്ട് തന്നെ അപ്പടി കരിഞ്ഞു പോവുക. അത്രയ്ക്കും വെയിലാണേ മനുഷ്യന് പോലും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ സഹിക്കും? എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചയൂണിന് സമയമായിട്ട് അപ്പോൾ ഞാൻ ഉച്ചയും ഉച്ചയൂണ് കഴിക്കുവാണ്. പിന്നെ ഒരു വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് ചോക്ലേറ്റ് ഇരുന്നു. അപ്പോൾ ഞാനത് കഴിക്കുവാണ്. അപ്പോൾ ഞാൻ പണ്ടോട്ടൊരു ശീലമാണ് ഇങ്ങനെ ചോക്ലേറ്റും എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് പണ്ടോട്ടുള്ള ശീലം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മൂങ്ദാലാട്ടോ. പണ്ട് ഞാനൊരു കഴിച്ചതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു കടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു നൊസ്റ്റാൾജിയ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി മേടിച്ച് കഴിച്ച കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.